എല്ലാവർക്കും വണക്കം. ഈ റീമേക്ക് സിനിമകൾക്ക് ഒരു ചെറിയ പ്രശ്നമുണ്ട്. അതായത് ഈ ഒറിജിനൽ സിനിമ അതേപോലെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പുതുതായിട്ടൊന്നും ഇല്ലെന്ന് പറയും. എന്നാൽ പിന്നെ കുറച്ചെന്തെങ്കിലും ഒരു മാറ്റം വരുത്താമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒറിജിനലിനെ നശിപ്പിച്ചെന്ന് പറയും. ഏത് ഭാഷയിൽ നിന്ന് റീമേക്ക് ചെയ്ത് ഏത് ഭാഷയിലോട്ട് കൊണ്ടുപോയാലും ഈ ഒരു കമ്പാരിസൺ എന്തായാലും കാണും. പക്ഷേ ഷാക്കിബ് ഖാൻ സാറിനെ പോലെ ചിലരുണ്ട്, നമുക്ക് ഒരു കുറ്റം മാത്രമായിട്ട് എടുത്ത് പറയാൻ പുള്ളി അവസരം തരില്ല. കാരണം പടം മുഴുവൻ അമ്മാരി ആറാട്ടുപുഴ പേക്കൂത്തായിരിക്കും. ഇപ്പൊ തന്നെ ഷാക്കിബ് ഖാൻ സാർ സൂര്യയുടെ അഞ്ചാൻ ക്യാപ്റ്റൻ ഖാൻ എന്ന് പറഞ്ഞ് ബംഗാളിയിലൂടെ റീമേക്ക് ചെയ്തായിരുന്നു. സൂര്യയുടെ അഞ്ചാൻ കണ്ടിട്ടുള്ളവർക്ക് അറിയാം, അതിന്റെ ഇൻട്രോയിൽ റൂം മുഴുവൻ ഇരുട്ടായതുകൊണ്ടാണ് സൂര്യ ചൂട്ടും കത്തിച്ചുകൊണ്ട് വരുന്നത്. പക്ഷേ സ്റ്റേഡിയം ലൈറ്റിംഗ് ഉള്ള റൂമിനകത്തോട്ട് ഷാക്കിബ് ഖാൻ സാർ ചൂട്ടും കത്തിച്ചുകൊണ്ട് വന്നപ്പോൾ നമ്മൾ ആരെങ്കിലും എന്റെ ലോജിക്ക് ചോദിച്ചോ? ഇല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ഷാക്കിബ് ഖാൻ സാറിന്റെ റീമേക്ക് സിനിമകൾക്ക് ഒഴിച്ച് വേറെ ഒരു റീമേക്കിന് ഇമ്മാതിരി ഒരു കമ്പാരിസണിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാനേ പറ്റില്ല. അപ്പോൾ പക്ഷേ റീമേക്ക് ചെയ്യാൻ വേണം എന്ന കമ്പാരിസണും വരാൻ പാടില്ല എന്നാണെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറിജിനലി കൂറായിട്ടുള്ള ഒരു കഥ എടുത്തിട്ട് തല പൊളിയുന്ന ക്രിഞ്ചും വാ പൊളിയുന്ന റൊമാൻസും പിന്നെ കുറേ നാടൻ ഗർഭം കലക്കുകളും കൂടെ സമം ചേർത്ത് ചിക്കൻ സാമ്പാർ പോലത്തെ ഒരു പടം എടുക്കുക എന്നുള്ളതാണ്. ആകെ ഡയറക്റ്റ് ചെയ്തതിൽ കൊള്ളാവുന്ന ഒരു പടം എടുത്തുകൊണ്ട് ബോളിവുഡിൽ റീമേക്ക് ചെയ്തിട്ട് ഇതെന്ത് മലരുന്ന നാട്ടുകാരെ മുഴുവൻ ഒന്നടങ്കം ചോദിപ്പിച്ച ലോറൻസ് സാർ തന്നെയാണ് അതിന് പറ്റിയ ആള്. ലക്ഷ്മി ബോംബ്. സ്റ്റേജിൽ വെച്ച് സ്ത്രീകളെ പിടിച്ച് തള്ളുന്ന ബാലയെ കൊണ്ട് സ്റ്റേജിൽ നിർത്തി തന്നെ സ്ത്രീ ശാക്തീകരണം പറയിപ്പിച്ച് നാഷണൽ അവാർഡ് വരെ അടിച്ച് അനിൽ രവിപ്പൊടി 2015 ആദ്യമായിട്ട് സംവിധാനം ചെയ്ത സിനിമയാണ് പട്ടാസ്. അത് ആ സമയത്തെ ഒരു ബോർഡർ ലെവൽ ക്രിഞ്ചായിരുന്നു, പക്ഷെ അത് എങ്ങനെയോ ഹിറ്റായി. പക്ഷെ ആ കഥയിൽ എന്തോ അമൂല്യമായിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയ ഗോൾഡൻ സാറും ലോറൻസ് അണ്ണനും കൂടെ 2 വർഷത്തിന് ശേഷം തമിഴിലും കന്നഡയിലും അത് റീമേക്ക് ചെയ്തു. തെലുങ്കിന്റെ പേര് വട്ടാസ്, കന്നഡയിൽ എൻ്റെ പേര് പട്ടാക്കി. അപ്പോൾ പിന്നെ തമിഴിൽ പടക്കമൊന്നും ഇടാൻ പറ്റില്ലല്ലോ. അപ്പോൾ ലോറൻസ് സാർ പെരിയ മനസ്സ് പെണ്ണി അങ്ങനെ കാട്ടുപട്ടിയുടെ മേത്തിരുന്ന് വരുന്ന ഒരു പടത്തിന് വെച്ചിരുന്ന ടൈറ്റിൽ ഈ പടത്തിന് കൊടുത്തു, ബോൾഡ് ശിവ ഈസ് ബാഡ് ശിവ. പിന്നെ ലോറൻസ് സാർ അങ്ങനെയാണ്, ഇങ്ങനെ രാത്രി പാട്ടും കേട്ടിരിക്കുമ്പോൾ ഒരു സെൽഫി എടുത്തത് പിക്സാർട്ടിൽ കൂടെ കയറ്റി ഇറക്കി ഫസ്റ്റ് ലുക്ക് എന്നും പറഞ്ഞ് ഓരോന്ന് ഇറക്കി വിടും, ദുർഗ നാഗ മൊട്ട എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് ലോറൻസ് സാർ എന്തോ പുതുതായിട്ട് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞ് നമ്മൾ കാത്തിരിക്കുമ്പോൾ ലോറൻസ് സാർ ആ കഥാപാത്രങ്ങളെ മാത്രം എടുത്ത് അടുത്തടുത്ത കാഞ്ചന പടത്തിലോട്ട് അങ്ങ് തട്ടും. എനിക്കറിയാം നിങ്ങൾക്ക് ഈ മൊട്ട കണ്ടപ്പോൾ തൊട്ട് ഇങ്ങനെ എങ്കയോ പാത്രക്കേന്ന് തോന്നിയില്ലേ? ഇന്നുമാ അവരെ തെരിയില്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള ലോറൻസ് സാറും ചെയ്യുന്ന പടങ്ങളൊക്കെ ഒന്നിനൊന്ന് IMDb റേറ്റിംഗിൽ താഴോട്ട് തന്നെ പോകണമെന്ന് വാശിയുള്ള ഡയറക്ടർ സൈറമണിയും കൂടെ ലോറൻസ് അണ്ണന് പേ ഇല്ലാതെ തന്നെ പേ പിടിച്ച പോലെ അഭിനയിക്കാൻ പറ്റുമെന്ന് കാണിക്കാനായിട്ട് എടുത്തൊരു ചെമ്പരത്തി തോരൻ പോലത്തെ പടമാണ് മൊട്ട ശിവ കെട്ട ശിവ. അപ്പോൾ ലോറൻസ് സാർ ആദ്യമായിട്ടൊരു മാസ് മസാല പടം ചെയ്യല്ലേ, അപ്പോൾ പിന്നെ ഒരു മാസ് ടൈറ്റിലും കൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നൈസ് ആയിരിക്കുമല്ലോ. അതുകൊണ്ട് കൂട്ടത്തിൽ ഏറ്റവും വെയിറ്റ് ഉള്ള ഒരു ടൈറ്റിൽ തന്നെ ഒരു എളുപ്പം ഇല്ലാതെ എടുത്ത് ലോറൻസ് സാറിന് ഇട്ടാൻ കൊടുത്തു, മക്കൾ സൂപ്പർ സ്റ്റാർ. അപ്പോൾ ഇതിനെയാൻ തോന്നുന്നു പണക്കാരുടെ സൂപ്പർ സ്റ്റാർ. എന്തായാലും പടം ഇറങ്ങി ആദ്യത്തെ ഷോട്ട് ലോറൻസ് അണ്ണനെ നാട്ടുകാർ നിലത്ത് നിർത്തിയിട്ടില്ല. അവസാനം ഗതികെട്ട ലോറൻസ് സാർ ഒരു പ്രസ് മീറ്റ് വിളിച്ചിട്ട് ടൈറ്റിൽ ഇട്ടത് ഞാനല്ല ഡയറക്ടറാണെന്ന് പറഞ്ഞ് അതെടുത്ത് അങ്ങേറെ തലയിലോട്ട് ഇടും. അതുകൊണ്ട് ലോറൻസ് സാർ നിർത്തിയില്ല. ഇന്നേ വരെ അങ്ങേര് പാലിക്കാത്ത ഒരു കാര്യം കൂടെ അന്ന് അങ്ങേര് അനൗൺസ് ചെയ്തു. അതായത് ഇനി അങ്ങോട്ടുള്ള പടത്തിലൊക്കെ അങ്ങേറെ ടൈറ്റിൽ കൺമണി എന്നുള്ള അങ്ങേരുടെ അമ്മയുടെ പേരായിരിക്കും. അപ്പോൾ പടം തുടങ്ങുമ്പോൾ ഒരു മന്ത്രിയെ മാവോയിസ്റ്റുകളിൽ പിടിച്ച് തടവിൽ വെച്ചിരിക്കുകയാണ്. പിക്നിക്കിനുണ്ണാനിരിക്കുന്ന പോലെയാണോ കിഡ്നാപ്പ് ചെയ്യുന്നതെന്നുള്ള നിങ്ങളുടെ സംശയങ്ങളൊക്കെ ഇവിടെ കൊണ്ട് നിർത്തിക്കോ. കാരണം ജാർഖണ്ഡിലെ ഏതോ ഒരു കാട്ടിലൊരു സെൻട്രൽ മിനിസ്റ്ററെ 3 ദിവസമായിട്ട് രഹസ്യമായിട്ട് പാർപ്പിക്കുന്ന മാവോയിസ്റ്റുകളുടെ പേഴ്സണൽ വാക്കി ടോക്കി നമ്പറിലോട്ട് തമിഴ്നാട് ഹോം മിനിസ്റ്റർ ഫോൺ ചെയ്താണ് സുഖവിവരങ്ങൾ അന്വേഷിക്കുന്നത്. ഇതേപോലെ ഫോണിൽ നിന്ന് വിളിച്ചാൽ കിട്ടുന്ന ഒരു വാക്കി ടോക്കി ഉണ്ടായിരുന്ന ഒരാളുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇതൊരു റീമേക്ക് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ, അതുകൊണ്ട് തന്നെ ഈ സീനും ഇതിനകത്ത് പ്ലാസ്റ്റിക് തുപ്പാക്കിയൊക്കെ ഒറിജിനലും ഉണ്ട്. പക്ഷേ ഒറിജിനൽ ഇല്ലാത്തൊരു സാധനം ലോറൻസ് സാറും സംവിധായകനും കൂടെ ഈ പടത്തിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. മിനിസ്റ്ററുടെ ഒരു മോൾ ക്യാരക്ടർ. അതങ്ങനെ ചുമ്മാ ആഡ് ചെയ്തൊന്നുമല്ല, കുലുങ്ങി ചിരിക്കാൻ പറ്റുന്ന ഒരു തമാശ ഉണ്ടാക്കാനായിട്ടാണ് ആ ക്യാരക്ടറിനെ ആഡ് ചെയ്തിരിക്കുന്നത്. അതായത് ഈ 4 മാവോയിസ്റ്റുകൾ ഇങ്ങനെ ഈ മോളെ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ആ മോള് പറയുക, ലോറൻസ് സാർ എനിക്ക് ഒന്നേ ചോദിക്കാനുള്ളൂ, ഇതേപോലുള്ള സാധനങ്ങളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് சோரதம் திங்கிறியா இல்ல பியல் திங்கிற பேப்புண்டமாவனே இந்த பொழப்புக்கு 4 பேர் பூல உமி பொழைக்கிற மாதிரி கிகோலோ பையா அப்படின்னு சொல்லி உங்களுக்கு வாய்ஸ் ஓவர் கேட்கலையா சார்? എന്തായാലും ആ മോള് എന്നെ രക്ഷിക്കാൻ ആരുമില്ലേ എന്ന് മാനത്തോട്ട് നോക്കി പറയുമ്പോഴത്തേക്ക് ലോറൻസ് സാറിന്റെ എൻട്രി. വണ്ടി ഓടിക്കുന്ന കോൺസ്റ്റബിൾ ASP ശിവ എൻട്രിങ് ദ ഫോറസ്റ്റ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ എന്തിനാ ആരോടാ പറയുന്നതെന്ന് പോലും മനസ്സിലാവുന്നില്ല. എന്തായാലും ലോറൻസ് അണ്ണം പാട്ടും വെച്ച് മിനിസ്റ്ററിനെ രക്ഷിക്കാൻ വരുമ്പോൾ ഒരു കുട്ടി മാവോയിസ്റ്റ് വന്നിട്ട് തലവനോട് പറയും പോലീസ് വന്നിട്ടുണ്ടെന്ന്. അപ്പൊ ഈ തലവൻ പോലീസിന് ഇൻഫർമേഷൻ കൊടുത്ത് അല്ലടാന്ന് പറഞ്ഞ് പ്ലാസ്റ്റിക് തോക്കെടുത്ത് മന്ത്രിക്കിട്ടൊരു അറ്റ അടി. എനിക്ക് മനസ്സിലാവുന്നില്ല, നീ അല്ലേ കുറച്ച് മുമ്പ് ഹോം മിനിസ്റ്ററിനെ വാക്കി ടോക്കിൽ വിളിച്ചു കൊടുത്തത്? നീ ശരിക്കും മണ്ടനാണോ അതോ മണ്ടനെ പോലെ അഭിനയിക്കുകയാണോ? ശരിക്കും മണ്ടനാണ് സാർ. എന്താണെങ്കിൽ ഇവന്മാർ പൂരപ്പറമ്പിലെ തോക്കും പൊക്കി പോലീസ് വണ്ടി നോക്കി വെടിവെക്കും. പക്ഷെ ആ വണ്ടിക്കകത്ത് ആരുമില്ലാത്ത വണ്ടി എങ്ങനെ സഡൻ ബ്രേക്ക് അടിച്ച് നിന്നു എന്ന് നോക്കി നമ്മൾ ഞെട്ടി നിൽക്കുമ്പോഴത്തേക്കും നമ്മളെ പിന്നെയും ഞെട്ടിക്കാനായിട്ട് പ്ലാവിലേയും പിടിച്ചുകൊണ്ട് ആട് മേയ്ക്കാൻ വരുന്ന പോലുള്ള ലോറൻസ് സാറിന്റെ എൻട്രി. അപ്പോൾ ഇവന്മാർ ഭീകരരായ മാവോയിസ്റ്റുകളാണ്, ആളില്ലാത്ത വണ്ടിയെ വരെ അമ്മാര് വെടിവെച്ചവന്മാരാണ്. പക്ഷേ ലോറൻസ് സാർ വന്ന ഉടനെ അവന്മാർ തോക്കൊക്കെ താഴെ ഇട്ടിട്ട് ഗുസ്തി തുടങ്ങും. പക്ഷേ അമ്മാര് അടിക്കടയിൽ ലോറൻസ് സാറിന്റെ കണ്ണാടി പോലും താഴെ വീഴുന്നില്ലെന്ന് കണ്ടപ്പോൾ അവന്മാർ വീണ്ടും തോക്കെടുത്ത് വെടിവെക്കാൻ തുടങ്ങി. അവന്മാർക്ക് ആ ജീപ്പ് ഭയങ്കര ഇഷ്ടമായിട്ടാണെന്ന് തോന്നുന്നു 4 പേര് നേരെ നിന്ന് വെടിവെച്ചിട്ട് ആ ജീപ്പിലല്ലാതെ വേറെ ഒരിടത്തും വെടിയൊന്നും കൊള്ളുന്നേ ഇല്ല. എന്തായാലും അവന്മാർ
അങ്ങനെ വെടിവെച്ച് തീരുന്ന ഒരു സമയമുണ്ടല്ലോ എന്ന് പറഞ്ഞ് ലോറൻസ് സാർ മന്ത്രിയെ കൊണ്ടുവന്ന ഒരു മരപ്പത്തിന്റെ പുറകിലെത്തും. എന്നിട്ട് മന്ത്രിയെ രക്ഷിക്കാൻ വന്ന ലോറൻസ് സാർ തന്നെ അങ്ങേരെ ചെന്നൈയിലോട്ട് ട്രാൻസ്ഫർ ചെയ്തില്ലെങ്കിൽ മന്ത്രിയെ മാവോയിസ്റ്റുകൾക്ക് കൊല്ലാനിട്ട് കൊടുക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തും. ഇല്ല എനിക്ക് പുരിയില്ല, ഇല്ല സത്യമാ എനിക്ക് പുരിയില്ല. எனக்கே புரியல, உனக்கு எப்படிடா புரியும்? അപ്പം നമുക്ക് പുരിയില്ലെന്നാലും അമേച്ചർക്ക് അത് കറക്റ്റാണ് പറഞ്ഞത്. അപ്പം തന്നെ ലോറൻസ് സാറിനെ ചെന്നൈയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. ചെന്നൈ പോലീസ് കമ്മീഷണർ നമ്മുടെ ലോറൻസ് സാറിന്റെ ഡാഡിയായ സത്യസന്ധതയ്ക്ക് പേര് കേട്ട പുരട്ചി തമിഴൻ സത്യരാജ് സാറാണ്. ഇവർ തമ്മിൽ അങ്ങനെ വലിയ സംസാരമൊന്നുമില്ല. കാരണം പണ്ട് ലോറൻസ് സാറിന്റെ അമ്മ ഹോസ്പിറ്റലായിരുന്ന സമയത്ത് അങ്ങനെ വിളിക്കാൻ വന്നപ്പോഴത്തേക്ക് അങ്ങനെ ഭാര്യ വേണ്ട, ഡ്യൂട്ടി മതി എന്ന് പറഞ്ഞ് അങ്ങനെ പോയതുകൊണ്ട് ലോറൻസ് സാറിന് അങ്ങനെ കണ്ടുകൂടാ. എന്തായാലും ലോറൻസ് സാർ സത്യരാജ് സാറിന്റെ ഇന്ന് അപ്പോയിന്റ്മെന്റ് ഓർഡർ മേടിച്ച് ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്യും. ഗണപതിക്ക് എലി പോലെ അയ്യപ്പന് പുലി പോലെ നമ്മുടെ ഈ കലിയുഗകർണനായ ASP ലോറൻസ് സാറിന് 17 ലക്ഷം രൂപ വരുന്ന ഹമ്മറാണ് വാഹനം. പോലീസാണെന്ന് മനസ്സിലാവാൻ സൈറണും ലൈറ്റും ഒക്കെ വെച്ചിട്ടുണ്ട്. ഫൈറ്റും കാറും ഒക്കെ ഇത്രയും ഗ്രാൻഡ് ആകുമ്പോൾ കോമഡി അതിനനുസരിച്ച് ഗ്രാൻഡ് ആവണമല്ലോ. അപ്പോൾ പിന്നെ ഒരു ലോറൻസ് സാറിനെ എടുത്തു കഴിഞ്ഞാൽ ഒരു കോവേ സാറിലെ ഫ്രീ എന്നുള്ളതാണ് നാട്ടു നടപ്പ്. അങ്ങനെ അവരും ലോറൻസ് സാറും സതീഷും ഒക്കെ കൂടെ വേറെ ഒരു പടത്തിലും ചെയ്തിട്ടില്ലാത്തൊരു വെറൈറ്റി പരിപാടി ഈ പടത്തിനകത്ത് ട്രൈ ചെയ്തിട്ടുണ്ട്. ശ്രവണ കുണ്ടലങ്ങൾ പോലും കുണ്ടിതപ്പെട്ട് പോകുന്ന രീതിയിലുള്ള 150 ഡെസിബൽ ലെവലിലുള്ള തമാശകൾ. അത് ഞാൻ കാണിച്ചു തരാം. പക്ഷേ അതിന് മുമ്പ് നിങ്ങൾ ഡിവൈസ് വോളിയം ഒന്ന് കുറച്ച് വെക്കണം. അത് ചെയ്യാതിരുന്നിട്ട് അവസാനം ചെവി അടിച്ച് പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉത്തരവാദിയായിരിക്കില്ല. എന്തായാലും വന്നുകൊണ്ട് തന്നെ പോലീസുകാരോടൊക്കെ നേർമയെടുത്ത് കുപ്പത്തൊട്ടിയിലെ പൊടി ലഞ്ചം വാങ്ങി പോക്കറ്റിലെ പൊടെന്ന് പറഞ്ഞ് ലോറൻസ് സാർ സത്യവാങ്മൂലം എടുപ്പിക്കും. പിന്നെ ലോറൻസ് സാർ പടങ്ങളുടെ മുഖമുദ്രയാണ് അങ്ങനെ ഇൻട്രോ സോങ്. അതാണെങ്കിൽ നിങ്ങൾ 5 പടത്തിലെ പാട്ടെല്ലാം കൂടെ ഒരുമിച്ചെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഏത് പടത്തിലാണെന്ന് പോലും പറയാൻ പറ്റില്ല. അത്രയും ഡിഫറൻറ്റ് ആയിട്ടുള്ള പാട്ടുകളാണ്. അതിൽ തന്നെ ഞാൻ ഏഴകളുടെ തോഴൻ പണക്കാരുടെ കാലം ഞാൻ കളിക്കുന്നത് ഡാൻസ് കാണിക്കുന്നതൊക്കെ മാസം എന്നൊക്കെ ആയിരിക്കും ലിറിക്സ്. മക്കൾ സൂപ്പർ സ്റ്റാർ ആണല്ലോ. ഏത് மக்கள் சூப்பர் ஸ்டார்னு போட்டதுக்கு எனக்கு மரியாதை கொடுத்ததுக்கு ரொம்ப 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 நன்றி. ഓ അങ്ങനെയാണോ? എന്നാ പിന്നെ തലവരുടെ അടുത്ത് പറഞ്ഞിട്ട് തന്നെ കാര്യം. തലവരെ ராஜசேகர் சாகரப்போ தயாளு காதுல ஏதோ சொன்னா என்ன சொன்னான்னு யாருக்காவது தெரியுமா? ഓ അത് ശരി. മക്കൾക്ക് വേണ്ടി നിൽക്കുന്നവനാണ് മക്കൾ സൂപ്പർ സ്റ്റാർ. മക്കൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് സ്ത്രീകളും ഉണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾ ലോറൻസ് സാറിന്റെ ഏത് പാട്ട് വേണമെങ്കിലും എടുത്ത് നോക്കിയോ, അതിനകത്തൊക്കെ ഒരാവശ്യമില്ലെങ്കിലും ഫെമിനിസത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നതുകൊണ്ട് മാത്രം ലോറൻസ് സാർ സ്ത്രീകൾക്കും ഒരു ഇമ്പോർട്ടന്റ് വേഷം കൊടുത്തിട്ടുണ്ട്. എന്താ കാര്യം? മനുഷ്യത്വം, വെറും മനുഷ്യത്വം. അപ്പോൾ അങ്ങനെ ലോറൻസ് സാർ ഡാൻസ് ഒക്കെ കളിച്ച് ഡ്യൂട്ടി നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ സിനിമയിലെ ഏറ്റവും നിർണായകമായ ആദ്യത്തെ സംഭവം ഉണ്ടാകുന്നത്. അതായത് നമ്മുടെ ലോറൻസ് സാർ വെഹിക്കിൾ ചെക്കിംഗ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നേരെ കിടക്കുന്ന റോഡിൽ കൂടെ കുറുകെ സ്കൂട്ടി ഓടിച്ച് വന്ന പെണ്ണിന്റെ വണ്ടിയിൽ നിന്ന് കുറച്ച് പേപ്പർ താഴെ വീഴും. അടുക്കളയിൽ വീണ് അച്ചാർ തുടങ്ങിയ പോലെ അവൾ നിന്ന് അടറോട്ടി വന്നിരുന്ന് പേപ്പർ വരുന്നു. ഈ സമയം ലോറൻസ് സാർ ദൂരെ നിന്ന് ആ പെണ്ണിനെ വിളിക്കുന്നുണ്ട്. പക്ഷെ ആ പെണ്ണ് ഇതൊന്നും കേൾക്കുന്നില്ല. ബാക്കി നിങ്ങൾ കാണും. അപ്പോൾ സ്ത്രീകളെ ഇത്രയും ബഹുമാനിക്കുന്ന നായകനും നായിക വളരെ അവശ്യമായ ഒരു ഘടകമാണ്. എന്ന് എഴുതി ചുമ്മാ അങ്ങനെ കൊണ്ട് നടക്കാൻ പറ്റുമോ? ഒരു ഇൻട്രൊഡക്ഷനെ കൊടുക്കണ്ടേ? പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു തെലുങ്ക് സിനിമയുടെ റീമേക്കാണ്. കന്നഡയിലൂടെ റീമേക്കും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് എല്ലാ വേർഷനിലെ നായികമാരുടെ ഇൻട്രൊഡക്ഷൻ നോക്കാം. ആദ്യം ഗോൾഡൻ സ്റ്റാറിന്റെ കർണാടക വേർഷൻ, ഇനി ഒറിജിനൽ വേർഷൻ, ഇനി ലോറൻസ് സാറിന്റെ മാസ് വേർഷൻ. വല്ലാത്ത ക്രിമിയടിയാണല്ലേ. അപ്പോൾ എന്തായാലും നായിക കിട്ടി. ഇനി വളയ്ക്കാനായിട്ട് റിപ്പോർട്ടറായ ചേച്ചിയെ പ്രസ് മീറ്റ് ഉണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയിട്ട് MS തൃപ്പൂണിത്തുറയൊക്കെ ജീവിച്ചിരുന്ന കാലത്തെ കുറെ ഫാക്ട് ജോക്സ് കാണിച്ചു കൊടുക്കും. ചേച്ചി നോട്ട് ഇംപ്രസ്ഡ്. പിന്നെ അഡ്രസ്സ് തപ്പി പിടിച്ച് വീട്ടിൽ കയറി ചെന്ന് ചേച്ചിയെ മോളസ്റ്റ് ചെയ്യും. അപ്പോഴും ചേച്ചി നോട്ട് ഇംപ്രസ്ഡ്. അവസാനം ഒരു പെണ്ണിനെ വളയ്ക്കണമെങ്കിൽ വേറൊരു പെണ്ണിൻ്റെ കൂടെ ഐറ്റം ഡാൻസ് കളിക്കുക മാത്രമാണ് ആകെ പറ്റുന്ന ഒരു വഴിയെന്ന് മനസ്സിലാക്കിയ ലോറൻസ് സാർ ഉടനെ തന്നെ ലക്ഷ്മി റായിയെ വിളിച്ചിട്ട് ഒരു ഐറ്റം ഡാൻസ്, എന്നിട്ട് ആദ്യം ഷൂട്ട് ചെയ്തെടുത്ത് നിക്കി ചേച്ചിക്ക് അയച്ചു കൊടുക്കുന്നു. അല്ല ലോറൻസ് സാർ, ഈ നായികയെ വെച്ചിട്ട് വേറൊരു ഐറ്റം സോങ് എന്നൊക്കെ പറയുമ്പോ మాస్ పక్క మాస్ నీకు ఏ నచ్చుద్దో నాకు తెలుసు, ఎక్కడ సాంగ్ రావాలో తెలుసు. ഓ അപ്പൊ ഇത്രയും സൽസ്വഭാവിയായ നായകനെ വീട്ടിൽ സ്വന്തം ഫ്ലെക്സ് തൂക്കിയിടുന്ന അല്പനാണ് വില്ലൻ. അങ്ങനെയാണെങ്കിൽ ലോറൻസ് സാറിനേക്കാൾ വലിയ സീരിയസ് കൊമേഡിയൻ. അതായത് അങ്ങേർക്കെതിരെ ആരെങ്കിലും തെളിവ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് നോക്കി നിൽക്കുമ്പോൾ തന്നെ ആളെ വിട്ട് അങ്ങേരെ കൊല്ലിക്കും. ആളെ കൊന്നു കഴിഞ്ഞാൽ കേസ് ആവിയായി പോകുന്നൊക്കെയാണ് ഈ ബുദ്ധിമാനായ വില്ലൻ പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള വില്ലന് ലോറൻസ് സാർ കട്ട സപ്പോർട്ടാണ്. അപ്പോൾ അങ്ങേറെ അനിയൻ ചെയ്തൊരു റേപ്പ് കേസിൽ നിന്ന് ഊരി വരാനായിട്ട് ലോറൻസ് സാർ സഹായിക്കും. ലോറൻസ് സാർ സിനിമയുടെ വഴിയെ പോകുന്നത് കണ്ട് സഹിക്കാൻ വയ്യാത്ത സത്യരാജ് സാർ അങ്ങേറെ ചെള്ളക്കൊരെണ്ണം കൊടുത്തിട്ട് ഒരു മ്യൂസിയത്തിലോട്ട് വിളിച്ചുകൊണ്ട് പോയിട്ട് ലെക്ചർ അങ്ങ് തുടങ്ങും. അപ്പോഴാണ് കൊല്ലപ്പെട്ടത് ലോറൻസ് സാറിന്റെ ഭോജ്പുരി തങ്കച്ചിയാണെന്ന് പോലും ലോറൻസ് സാർ അറിയുന്നത്. ഇതിന്റെ കൂടെ പണ്ട് സത്യരാജ് സാർ പള്ളിക്കൂടത്തിൽ വെച്ച് ബോംബ് എടുക്കാൻ പോയാണ്ടാണ് ഭാര്യ കൊണ്ടുപോകാൻ വരാത്തതെന്ന് കൂടെ അറിഞ്ഞപ്പോൾ പാവം തളർന്നു പോയി എൻ്റെ ലോറൻസ് സാർ. പാവബോധം അദ്ദേഹത്തെ വല്ലാണ്ട് തളർത്തി. അങ്ങനെ കൈ എഴുതുന്ന മുടി പഠിച്ചിറക്കി അദ്ദേഹം ആ പാവത്തിൽ നിന്ന് മുക്തി നേടി.
അപ്പൊ കേസ് വന്നു കഴിഞ്ഞാൽ കേസ് കൊടുത്തവനെ കൊല്ലാൻ ആളെ വിടലാണല്ലോ നമ്മുടെ വില്ലന്റെ മെയിൻ പണി. അങ്ങനെ മരിച്ചുപോയ ഭോജ്പുരി തങ്കച്ചിൽ അച്ഛനെ കൊല്ലാൻ അല്പം ഗുണ്ടകളെ അയക്കും. ആ സമയത്താണ് മുടി വെട്ടിയിട്ട് കുളിക്കണമല്ലോ എന്ന് ആലോചിക്കുന്ന ലോറൻസ് സാർ അങ്ങനെ രക്ഷിക്കാനായിട്ട് ഒരു റെയിൻ ഫൈറ്റ് ജോയിൻ ചെയ്തത്. ഇതാകുമ്പോൾ കുളിയും നടക്കും ഫൈറ്റും നടക്കും. എന്തായാലും ഗുണ്ടകളെ അടിച്ച് ട്രാൻസ്ഫോമർ കയറ്റിയപ്പോഴത്തേക്കും വില്ലൻ സാറിന്റെ മാസ് ഭീഷണി കോൾ വരും. കുളിച്ച് കുട്ടപ്പനായിട്ട് നിൽക്കുമ്പോൾ അവന്റെ ഒരു ഭീഷണി ലോറൻസ് സാറിന് തിരിച്ച് നല്ല പ്യാച്ചിന് പറയും. அல்லா கிட்ட போனா அன்பா இருக்கணும், ஜீசஸ் கிட்ட போனா பாசமா இருக்கணும், ஏழ்மலையான் கிட்ட போனா நேர்மையா இருக்கணும், இந்த சிவா கிட்ட வந்தா நல்லவனா மட்டும் தான் இருக்கணும். இல்லனா ഒരു മത്തങ്ങ വലുപ്പത്തിൽ മാസ് അടിക്കുമ്പോഴാണ് അതിന്റെ ചുണ്ടക്കിയ വലുപ്പത്തിലുള്ള സംശയം. എന്തായാലും മുടി വെട്ടിയപ്പോഴത്തേക്ക് ലോറൻസ് സാറ് നന്നായി. കുളിച്ചോണ്ടടിച്ച ഗുണ്ടകളെ ജാമ്യത്തിൽ ഇറക്കാൻ ആൾ വന്നപ്പോൾ സ്റ്റേഷനിലുണ്ടായിരുന്ന വനിതാ പോലീസുകാരോട് അവരുടെ ഡ്രസ്സ് വലിച്ച് കയറാൻ സിഗ്നൽ കാണിക്കും. അവരും സന്തോഷത്തോടെ കയറും. എന്നിട്ട് പോലീസുകാരെ കയറി പിടിക്കാൻ നോക്കിയെന്ന് പറഞ്ഞ് വന്നവരെ പിടിച്ച് അകത്തിടും. ഇവളൊന്നാൾ പൊറുക്കിത്തരം പണിയിട്ടിരുന്ന നീ പോടാ മുതല്ല ഉള്ള. അങ്ങനെ അവസാനം അങ്ങനെ സ്വന്തം ആളുകളെ ജാമ്യത്തിൽ ഇറക്കാനായിട്ട് വില്ലൻ നേരിട്ട് വരും. അങ്ങനെ വീണ്ടും ഏതാണ്ടൊക്കെ വൃത്തിയോട് പറഞ്ഞിട്ട് ഗെറ്റ് ഔട്ട് അടിക്കും. ഈ സമയത്ത് കറക്റ്റായിട്ട് നിക്കി ചേച്ചി വീണ്ടും വരും. നമ്മുടെ ഫസ്റ്റ് ഹാഫിൽ എടുത്ത ഐറ്റം സോങ്ങിന്റെ ടേപ്പ് ചേച്ചി സെക്കൻഡ് ഹാഫിലാണ് കാണുന്നത്. ഏതായാലും ലോറൻസ് അണ്ണന്റെ ഐഡിയ വർക്കായി. ചേച്ചി വന്നിട്ട് പറയും ഇനി ഐറ്റം ഡാൻസിന് വേറെ ആരെയും നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ പറയണോ? ഷടാ നീ എന്താ എപ്പോൾ നോക്കിയാലും ലോറൻസ് സാറിനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു പാട്ടിൽ കൊറിയോഗ്രാഫർ പറയുന്നതല്ലേ ഒരു നടൻ ചെയ്യുന്നത് എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. പക്ഷേ ആ പാട്ടിൽ നിങ്ങൾ കാണുന്ന എല്ലാ സ്റ്റെപ്പും അത്ര വൃത്തിയായിട്ട് കൊറിയോഗ്രാഫി ചെയ്തിരുന്നത് വേറെ ആരുമല്ല നമ്മുടെ ലോറൻസ് അവർ മട്ടും താൻ. ഈ പാട്ടം കൊണ്ട് തീർന്ന് 15 മിനിറ്റ് തികയുന്നതിന് മുന്നേ അടുത്ത പാട്ട്. അതിനകത്താണെങ്കിൽ ഇതിനേക്കാൾ കേവലമായ സ്റ്റെപ്പും വൃത്തികെട്ട കോസ്റ്റ്യൂം. ആക്ച്വലി കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് ലോറൻസ് സാർ ചെയ്ത പാട്ടുകൾ കാണാൻ കൊള്ളുന്നൊരു പാട്ടെന്ന് പറഞ്ഞാൽ കാഞ്ചന 3 അത് ഷേക്ക് യോ ബോഡി എന്ന് പറഞ്ഞ പാട്ടാണ്. പക്ഷേ എന്താ പടം വന്നപ്പോൾ ആ പാട്ടില്ല. ആ പാട്ടിന് വരാൻ ദാണ്ട ഈ ഫോർസം വിത്ത് ഹോൾസം എന്ന് പറഞ്ഞ ഈ പാട്ട്. మనం మాసమా అక్కడి నుంచి వచ్చాం. അപ്പോൾ എന്തായാലും നമ്മുടെ അല്പം വില്ല അനിയനെ പിടിച്ച് രാഷ്ട്രീയത്തിലോട്ട് ഇറക്കും. എന്നിട്ട് അവനെതിരെ തെളിവ് പറയാനിരിക്കുന്ന പെണ്ണിനെ തൂക്കും. വേറെ സാക്ഷിയില്ല എന്ന് പറഞ്ഞിരിക്കുമ്പോൾ ലോറൻസ് സാർ ഒരു സാക്ഷിയെ കൊണ്ടുവരും. ഈ സാക്ഷിയെ ലോറൻസ് സാർ എങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്ന് അറിയാമോ? അങ്ങേർക്ക് സംഭവ സ്ഥലത്ത് നിന്ന് ഒരു കണ്ണാടി കിട്ടി. ആ കണ്ണാടി അങ്ങനെ ഡാൻസ് കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു പെണ്ണുമ്പിള്ളക്ക് ഊരി കൊടുത്തത് അങ്ങേര് ഓർക്കും. ചെന്ന് ചോദിച്ചപ്പോൾ അവർ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. സാക്ഷി റെഡി. കണ്ടോ, ലോറൻസ് സാർ അങ്ങനെ ചുമ്മാ ഡാൻസ് കളിക്കുന്നൊന്നല്ല, എല്ലാത്തിനും ഒരു റീസൺ ഉണ്ട്. പക്ഷെ ഞാൻ ആ മനുഷ്യനെ തെറ്റിദ്ധരിച്ചു. അത് പോട്ടെ. അപ്പോൾ തങ്കച്ചിയെ കൊന്ന കേസിൽ വില്ലന്റെ തമ്പി മാത്രമല്ല വേറെ 2 ഫ്രണ്ട്സ് കൂടി പ്രതികളാണ്. അവരെ അല്പം വില്ലൻ ഒരു മുസ്ലിം പോപ്പുലേറ്റഡ് ഏരിയയിൽ കൊണ്ടുപോയി ഒളിപ്പിക്കും. ലോറൻസ് സാർ അങ്ങോട്ട് കയറി ചെന്നിട്ട് എല്ലാവരും അടിച്ചിട്ട് ഇവന്മാരെ പുറത്തിറക്കിക്കൊണ്ട് വരുമ്പോൾ വീണ്ടും നണ്ട കുറേ ആൾക്കാർ തല്ലാനായിട്ട് വടിയും പിടിച്ച് നിൽക്കുന്നു. പെട്ടെന്ന് ലോറൻസ് സാർ കാഞ്ചനയിൽ പഠിച്ച കുറേ ഖുർആൻ വചനങ്ങൾ അങ്ങോട്ട് ഇറക്കി വിടും. അങ്ങനെ അവിടുന്ന് പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ട് നേരെ വില്ലന്റെ വീട്ടിലോട്ട് കയറി ചെന്നിട്ട് ചാറ പറ വെടി. ലോറൻസ് സാർ ഒരിക്കൽ കൂടെ കാണിക്കൂ. CJ ആണെങ്കിലും കാണാൻ നല്ല രസമുണ്ട്. എന്തായാലും 2 പിസ്റ്റലും ഒരു AK-47 ഒരു ഡബിൾ ബാരലും ഒക്കെ വെച്ച് ലോറൻസ് അണ്ണൻ വെടി വെക്കുകയായിരുന്നില്ല. അങ്ങനെ വില്ലന്റെ വീട്ടിൽ പോലീസ് എംപ്ലോയത്തിന്റെ ഒരു പടം പെയിന്റ് അടിക്കുകയായിരുന്നു. ഷബാ. എന്നിട്ട് അറസ്റ്റ് ചെയ്യാമെന്ന് അനിയന് ഹെമറേജ് ആണെന്ന് പറയുമ്പോൾ അവനെ പെട്രോൾ ഒഴിച്ച് കത്തിക്കും. പക്ഷെ അവൻ നല്ല പുഷ്പം പോലെ തുണി ഒരു രക്ഷപ്പെടും. ലോറൻസ് സാർ അത് പെട്രോളാണ്, ഒലീവ് ഓയിൽ അല്ല. அட இவ்வளவு நடந்த அப்புறம் கூட உனக்கு லாஜிக் கேக்குதா? അത് ശരിയാ, എൻ്റെ ഭാഗത്ത് തെറ്റ്. അങ്ങനെ അനിയനെ പിടിച്ചോണ്ട് പോയാൽ പ്രതിഷേധിച്ച് സ്റ്റുഡൻസിനെ ഇറക്കി നാട്ടിൽ ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കാൻ അല്പം വില്ലൻ ഓർഡർ ചെയ്യും. മൊത്തം ഗ്രീൻ മാറ്റി ഷൂട്ട് ചെയ്തൊക്കെ പോട്ടെ, ബസ് അടിച്ചടക്കാൻ പറയുമ്പോഴത്തേക്ക് ഒരുത്തൻ നല്ല ഫാസ്റ്റ് ബോൾ ഫേസ് ചെയ്യാനായിട്ട് ബാറ്റും പിടിച്ചോണ്ട് നിൽക്കുന്നു. ലോറൻസ് അണ്ണൻ എവിടെ എത്തുമ്പോൾ ഒരുത്തം പറയും സമരം ചെയ്യുന്നു, വേറൊരുത്തം പറയും നാട് കത്തിക്കുന്നു, വേറൊരുത്തം പറ നിക്ക് ഇവനൊക്കെ ഏത് കോളേജിലെ സ്റ്റുഡന്റ്? മെറിറ്റ് ഉണ്ടോ അഡ്മിഷൻ കൊടുക്കണം. പിന്നെ PG കോഴ്സിന്റെ കാര്യത്തിലാണെങ്കിൽ പ്രായം ഒരു പ്രശ്നമല്ല. അപ്പോൾ പറഞ്ഞാൽ കേൾക്കാത്ത സ്റ്റുഡൻസിനെ പിടിക്കാനായിട്ട് ലോറൻസ് സാർ അവരുടെ മമ്മിമാരെ കളത്തിലിറക്കും. അങ്ങനെ വയറില്ലാത്ത മൈക്കിന് 100 കിലോമീറ്റർ അപ്പുറത്ത് നിന്നാലും കറക്റ്റായിട്ട് ശബ്ദം പിടിക്കുന്ന മൈക്കിന് ശേഷം ലോറൻസ് സാർ അവതരിപ്പിക്കുന്ന ശബ്ദമില്ലാതെ തന്നെ മൈഗ്രൈൻ വരുത്തുന്ന ലെവൽ ക്രിഞ്ച്. അങ്ങനെ നമ്മുടെ അല്പന്റെ പരിപാടിയൊന്നും നടക്കാതായപ്പോഴത്തേക്കും നാട്ടിൽ ലോറൻസ് ആണെന്ന് ഫാൻസ് കൂടും. നാട്ടിലെ എല്ലാ ന്യൂസ് ചാനലും ഇത് ആഘോഷിക്കും. അങ്ങനെ ഗതി കേട്ടിട്ട് അവസാനം നമ്മുടെ അല്പം വില്ലൻ സത്യരാജനെ നിക്കി ചേച്ചിയെ കിഡ്നാപ്പ് ചെയ്തിട്ട് അനിയനെ വിട്ടു തരാൻ പറയും. ലോറൻസ് സാർ അവിടെ എത്തുന്നതിന് മുന്നേ അല്പന്റെ അനിയനെ ലോറൻസ് സാർ ഒരു ഡിഫറൻറ്റ്ലി ഏബിൾഡ് ആയ ആളെ കൊണ്ട് കൊല്ലിച്ചു എന്നുള്ള സത്യം സത്യരാജ് സാർ പറയും. കലിയേറിയ അല്പൻ സത്യരാജ് സാറിനെ കുത്തും. എന്നിട്ട് ഡാഡിയെ തപ്പി വരുന്ന ലോറൻസ് സാറിന് ബോഡി എയർ ഡ്രോപ്പ് ചെയ്ത് കൊടുക്കും. ഇത് കണ്ടപ്പോഴത്തേക്കും ലോറൻസ് സാർ പേ പിടിച്ച പോലെ കാഞ്ചന കുമ്മിയടി അങ്ങോട്ട് തുടങ്ങും. പിന്നെ യു സർട്ടിഫിക്കറ്റ് ആയിട്ട് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഫൈറ്റ് സീനുകളാണ് ലോറൻസ് സാറിന്റെ ഒരു കാര്യം. അവസാനം വില്ലനെ കൊന്നു കഴിഞ്ഞ് നോക്കുമ്പോൾ കിഡ്നിക്കും പാങ്ക്രിയാസിനും ഇൻഡസ്റ്റൈനും കുത്തുകൊണ്ട് 20 അടി പൊക്കത്തിൽ നിന്ന് എയർ ഡ്രോപ്പും ചെയ്ത സത്യരാജ് സാറിന്റെ ഹാർട്ടിന് പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ പുള്ളി രക്ഷപ്പെടുന്നു. എന്നിട്ട് വീണ്ടും ഒരു പാട്ട്, അത് ലോറൻസ് സാർ തന്നെ പാടിയിട്ടുണ്ട്. ക്രൈസി സ്റ്റാറിന് ശേഷം ഇത്രയും പാട്ട് ഒരാവശ്യമില്ലാതെ വെക്കുന്ന ഒരാളെ ഞാൻ ആദ്യമായിട്ട് കാണുന്നു. എന്തായാലും ഇങ്ങനെ ഒരു കൊണ്ടാട്ടം തമിഴന്മാർക്ക് സംബന്ധിച്ച് ലോറൻസ് സാർ 35-ാം നാൾ അടുത്ത ബ്ലോക്ക് ബസ്റ്റർ റീമേക്കുമായിട്ട് വന്നു, ശിവലിംഗ. പക്ഷേ ഈ തമിഴന്മാർക്ക് നന്ദിയൊന്നുമില്ലെന്ന്, ശ്വാസം വിടാൻ പോലും ഗ്യാപ്പില്ലാതെ 2 ബ്ലോക്ക് ബസ്റ്റർ റീമേക്കുകൾ കൊടുത്തപ്പോഴത്തേക്ക് 2 പൊട്ടിച്ച് കൈ കൊടുത്തു. ഇവന്മാരൊക്കെ ബംഗ്ലാദേശികളെ കണ്ടുപിടിക്കണം. അവിടെയൊക്കെ ഷാക്കിബ് ഖാൻ സാറിൻ്റെയൊക്കെ റീമേക്കിന് എന്നോ ഒരു റെസ്പോൺസാ.
game begin.